ഓക്കെ, നമസ്കാരം കൂട്ടുകാരെ. ശാലീനി ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതെ, നമ്മുടെ നിത്യതി പെൺകുടികൾ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. വേറൊന്നും അല്ല, ഞാനൊരു സോങ് കൊടുത്തു. ഏതാണ് മക്കളെ? അപ്പൊ അത് പ്രത്യേകം ഭാരത നടനത്തിൽ ശാക്തേയ തലത്തിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 20 മിനിറ്റ് കൊറിയോഗ്രാഫിക്കും 1 മണിക്കൂർ പ്രാക്ടീസിനും കൊടുത്തു. ചിലർക്ക് അരമണിക്കൂറേ പ്രാക്ടീസ് എടുത്തുള്ളൂ, ചിലർക്ക് 1 മണിക്കൂറും എടുത്തു. അപ്പം നല്ല ടഫായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാണാം. അതുപോലെ നമ്മുടെ നിത്യതി നൃത്ത നാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സിനും സ്റ്റേജ് പ്രോഗ്രാംസിനും ഡാൻസ് വീഡിയോസ് സ്പോൺസർ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ടിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം അറിയിക്കുക. ആരും ഒന്നും മിണ്ടാതെ ഞാൻ തന്നെ അങ്ങനെ പറയുകയാണല്ലേ. അഭിപ്രായം അറിയിക്കുക. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? ഉണ്ട്, നല്ല ടെൻഷൻ ആണല്ലേ. എപ്പോഴും ഭാരത നടനത്തിന്റെ ശാക്തേയം വരുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണല്ലേ. നോക്കാം നമുക്ക്. അപ്പൊ 20 മിനിറ്റ് കൊറിയോഗ്രാഫി, 1 മണിക്കൂർ പ്രാക്ടീസ്. അതിന്റെ മാക്സിമത്തിൽ നിങ്ങളാൽ കഴിയുന്നതിൻ്റെ നല്ല ടഫാന്ന് ചേച്ചിക്ക് അറിയാം. നമുക്കൊന്ന് നോക്കാം. റെഡി? ആരാ ആദ്യം? ശ്രീലക്ഷ്മിയോ? എൻ്റെ കൂട്ടുകാരെ, ആദ്യമേ ഒരു ജാമ്യം പറയും. ഈ കുട്ടികൾ ഇടത്തോട്ട് പോവോ വലത്തോട്ട് പോവോ മേലോട്ട് ചാടുമോ എന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ എൻ്റെ കൈ ക്യാമറ പോകുമോ എന്തോ നോക്കാം. ആരാ പാട്ടിടുന്നേ? റെഡി? 1. മോളെ, ഒരുപാട് കറക്കം, ചുറ്റൽ, കരാട്ടെ, കുങ്ഫു, കളരിയുണ്ടോ? കാര്യം ശാക്തേയത്തിന്റെ പ്രധാനമാണ് ആയോധനതല, അതുകൊണ്ട് എന്തായാലും അത് വരും. നോക്കാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. വരാഹരൂപം ദൈവവരീഷ്ടം പരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ
വളയെല്ലാം പൊട്ടിത്തെറിച്ചു അല്ലേ? മീനാക്ഷി മോളുടെ വള കംപ്ലീറ്റ്. മക്കളെ കാലൊന്ന് ശ്രദ്ധിച്ചോ, കാല് ശ്രദ്ധിച്ചോണേ. ചില്ല് ഓക്കെ, സൂക്ഷിച്ച് നിക്കണേ, ഒന്ന് ശ്രദ്ധിക്കുക, കാണില്ല കുഞ്ഞിത്തരി പോലും. ഓക്കെ, ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുവോ, അത് കാരണം എനിക്ക് ക്ലാപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, ശരിക്കും മക്കളെ ഭാരതനാട്യത്തിൻ്റെ ആ ശാക്തേയ തലത്തിൽ വെറും 20 മിനിറ്റ് സമയം കൊറിയോഗ്രാഫിയിൽ 1 മണിക്കൂർ പ്രാക്ടീസിൽ ഇത്രയും മക്കളെ ചെയ്തതിന് ഷെക്കൻ. ഓക്കെ മക്കളെ, ആരെന്ത് മൈനസോ എന്തും പറഞ്ഞോട്ടെ, ഇതിൽ ഓരോ അടവ് എത്രത്തോളം കഠിനമായ ശരീരം നമ്മൾ യത്നിച്ചാലാ ചെയ്യാൻ കഴിയാന്നുള്ളത് സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും, അത്രമാത്രം അല്ലേ? അപ്പോൾ വളരെ മനോഹരമായിരുന്നു മക്കളെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി കൂട്ടുകാർ അറിയിക്കട്ടെ എങ്ങനെയുണ്ട് എന്തുവാന്നുള്ളത്. അപ്പോൾ ഭാരതനാട്യത്തിൽ ശാക്തേയത്തിൽ ചെയ്ത ഈ ഒരു കലാസൃഷ്ടി എങ്ങനെയുണ്ടായിരുന്നു മോളെ? നല്ലായിരുന്നു. അതുപോലെ നമ്മുടെ നിങ്ങളുടെ ഡ്രസ്സും ഭാരതനാട്യത്തിന്റെ രീതിയിൽ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സേ ഇങ്ങനെ ഫുള്ളായിട്ടില്ല. ഓക്കെ, നന്നായിട്ട് ചെയ്ത് ഇട്ടതെല്ലാം തന്നെ ചെയ്തു, ഒന്നും തെറ്റിയില്ല. മീനാക്ഷിക്ക് ഒരു അടിയും കൂടെ കൊടുത്തത് എന്തോ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു. അല്ല, കറങ്ങി വന്നപ്പോ ബാലൻസ് പോയി, ചെന്നൊരു ഇടി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? ചേച്ചി എനിക്ക് ഞാൻ ലാസ്റ്റ് കറങ്ങി ചെന്നപ്പോഴത്തെ ഇങ്ങനെയാ. എനിക്കൊരു അബദ്ധം പറ്റി, അനാമിക റൗണ്ട് ചെയ്ത് പോയപ്പോ ഞാൻ കൂടെ പോയി, ജന കയറിയ കണ്ടില്ല, അപ്പുറത്തങ്ങ് പോയി. പറയട്ടെ, അതെ യഥാർത്ഥം എന്റെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് കളിക്കേണ്ടിയിരുന്നു. ഇത് ഇത്രയും കറക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ഏത് ഏരിയ. പിന്നെ കറങ്ങി തീരാറായെന്ന് മനസ്സിലായി, അങ്ങോട്ടാണ് പോവേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ കറങ്ങി ഞാൻ പോയത് നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക ചേച്ചി? വേറെ ഒന്നുമല്ല, ആദ്യത്തെ പോർഷൻ വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ആ ഒരു ചാട്ടം മാത്രമേ ടൈറ്റ് വരും, 3 എണ്ണം ഒന്നിച്ച് വരുന്നതുകൊണ്ട്. രണ്ടാമത്തെ പോർഷനിൽ ഞാൻ ഏറ്റവും ഇട്ടേക്കുന്ന ഈ റൗണ്ട് ആണ്, പല രീതിയിലുള്ള റൗണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് എനിക്ക് കണ്ണടച്ചാലും ഞാൻ വീഴും, തുറന്നാലും ഞാൻ ഒരു സ്ഥലത്ത് തെന്നി, എന്തോ ഭാഗ്യത്തിന് എനിക്ക് ബാലൻസ് കിട്ടി. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കളിക്കുമ്പോഴത്തേക്ക് തെന്നി ഇങ്ങ് പോയിട്ടാണ് കളിച്ചേ. പിന്നെ ഇവള് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്റെ അതേ അവസ്ഥയെ വരുവാണ് എന്നൊക്കെ ഇങ്ങനെ. അപ്പോഴേ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് അല്ലേ, തെറ്റി ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? നല്ലതായിരുന്നു ചേച്ചി. എനിക്ക് ആകെ ഒരേ ഒരു സങ്കടേ ഉള്ളൂ, കറങ്ങുന്നത്. അതെന്ത് പറ്റിയെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് കുറച്ച് ക്ലിയർ ചെയ്യാൻ, അത് മാത്രമേ ഉള്ളൂ സങ്കടം. വിഷമിക്കണ്ട, അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? ഓക്കെ മക്കളെ, ഇപ്പോഴും ചെയ്യാൻ പറ്റാത്ത ഒരാളുണ്ട് നിന്റെ കൂടെ, സമാധാനിക്കുക. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? ചേച്ചി, എനിക്ക് ഇവരെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പോർഷനേ ഉള്ളായിരുന്നു, അതായത് ടൂൺ കുറച്ചേ ഉള്ളായിരുന്നു. ഇവർക്ക് ഒരുപാട് താളം അതിൽ വരുന്നുണ്ട്. എനിക്ക് എനിക്ക് അങ്ങനെ തന്നെ 3-4 തവണ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ പാട്ട് തീർന്നു. എന്ത് പറ്റിയായിരുന്നു? ഞാൻ എല്ലാം പഠിച്ചത് തന്നെയാണ് ചെയ്തത്, കാരണം ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ച് ചേച്ചിട്ട് എനിക്ക് അടിയിട്ടുണ്ട്, ചാടി കിട്ടൂലേ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും ഞാൻ നന്നായിട്ട് ചെയ്ത്. കാര്യം കൊറിയോഗ്രാഫി ചെയ്ത ടൈമിൽ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, ചെയ്തപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താ, ആദ്യം എനിക്കധികം പോർഷൻ ഇങ്ങനെ ഇവരത്രയൊന്നും ഇല്ല, എനിക്ക് വളരെ ഒരു സിമ്പിൾ പോർഷനായിരുന്നു. ലാസ്റ്റ് പോർഷനായിരുന്നു ഇത്തിരി ഇത് വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചതും വളയൊക്കെ അങ്ങ് പൊട്ടി. ഓക്കെ, എന്തായാലും കൂട്ടുകാർ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പോൾ നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും സ്റ്റേജ് പ്രോഗ്രാംസിനും പിന്നെ നിങ്ങളുടെ ഡാൻസ് സ്പോൺസർ ചെയ്യാനൊക്കെ ആയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെല്ലാവരും അഭിപ്രായം അറിയിക്കണേ, എങ്ങനെയുണ്ട് ശാക്തേയത്തിൽ ഈ നൃത്തം കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവരറിയിക്കട്ടെ. ഓക്കെ, ശരി, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. നല്ലൊരു ടാറ്റ പറഞ്ഞു. ടാറ്റ. ഓക്കെ, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ. എനിക്ക്